നല്ലൊരു കിടിലം ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ? കല്യാണപ്പുരേന്ന് കിട്ടുന്ന ബീഫ് ബിരിയാണിയുടെ അതേ മസാല കേട്ടോ. ബീഫ് വെന്തുടനെ അടിപൊളിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ബിരിയാണി റൈസും. വെൽക്കം ബാക്ക്. 2 കിലോ ബീഫ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ആദ്യം ബീഫ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു കുക്കറിൽ വേവിച്ചെടുക്കണം. വെള്ളം തീരെ ചേർക്കുന്നില്ല. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന് അടിപൊളിയായി വെന്ത് സെറ്റാവും. കുക്കറിലൊരു 3 വിസിലാണ് വേവിച്ചെടുക്കുന്നത്. ഓരോ ബീഫിനനുസരിച്ച് വേവിൽ മാറ്റമുണ്ടാവും. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാള പൊരിച്ചെടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിൽ 2-3 സവാള അരിഞ്ഞെടുത്തത് പൊരിച്ചെടുക്കുകയാണ്. സവാള ഈ രൂപത്തിൽ കളർ മാറുന്ന സമയത്ത് തുടരെ ഇളക്കി കൊടുക്കണം. സവാള ഫ്രൈ ചെയ്തതിന് ശേഷം കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുത്തു. എല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കാം. നെയ്യ് ചേർത്ത് കൊടുത്ത് പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫൊക്കെ ചേർത്ത് ഒന്നിളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ചേർത്ത് കൊടുത്തു. ബീഫ് വേവിക്കുമ്പോൾ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്ന് കുറച്ച് റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച ജീരകശാല റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകശാല റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുന്നത്. 2 തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. 10-15 മിനിറ്റോളം വേവിച്ചെടുത്താൽ റൈസ് തയ്യാറാകും. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ വെള്ളം വറ്റി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് തീ കുറച്ച് വെക്കണം. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. റൈസ് അടിപൊളിയായി വന്ന് തീ ഓഫ് ചെയ്ത് ഇനി മാറ്റി വെക്കുക. ബീഫ് 3 വിസിലടിച്ചെടുത്തിട്ടുണ്ട്. ബീഫ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തു. 8 സവാളയാണ് ചേർത്ത്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോഴേ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് ശേഷം 4 തക്കാളി അരിഞ്ഞിലൂടെ ചേർത്ത് കൊടുത്തു. അതും വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവയാണ് ചേർത്തത്. ഇനി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മല്ലിച്ചപ്പ് പുതിന എന്നിവ കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുക്കറിൽ വേവിച്ചെടുത്ത ബീഫ് ചേർത്ത് കൊടുത്തു. ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തത്. വെള്ളം മാറ്റി വെക്കുന്നില്ല. അപ്പോഴാണ് ബീഫിൻ്റെ ടേസ്റ്റ് മസാലയിലേക്ക് സെറ്റായിട്ട് വരിക. അത് ഒഴിവാക്കാൻ പാടില്ല. ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുത്തു. തൈര് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് മസാലയിലെ ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ സമയം നേരത്തെ തയ്യാറാക്കിയ റൈസ് എടുത്ത് മസാലയും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കുക. ഉപ്പ് കറക്റ്റാണെന്നൊക്കെ ചെക്ക് ചെയ്യുക. അതിനുശേഷം ദമ്മിട്ട് കൊടുക്കാം. നേരത്തെ വേവിച്ചെടുത്ത റൈസ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. റൈസ് മുഴുവനായി ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് 6 kg നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 6 kg ഒഴിച്ച് കൊടുത്താൽ റൈസ് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുത്തു. കാഷ്യൂനട്ടും മുന്തിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ചേർത്തു. ഇനി അടച്ചു വെച്ച് ദമ്മിട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിൽ ഒരു കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ ഒന്ന് ആരും തുറന്നോക്കാക്കാൻ വേണ്ടിയാണ്. ഇനി ചെറിയ ചൂടിലൊരു 10-15 മിനിറ്റ് ദമ്മിട്ട് വെച്ചാൽ സാധനം റെഡിയാകും. അപ്പോൾ ഏകദേശം 20 മിനിറ്റോളം ചെറിയ ചൂടിൽ ദമ്മിട്ടിരുന്നു. അതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ദം പൊട്ടിക്കുന്നത്. ദമ്മ് പൊട്ടിക്കുമ്പോൾ തന്നെ പരിസരമാകെ ബീഫ് ബിരിയാണിയുടെ മണം അടിച്ച് വീശുന്നുണ്ട്. ഇനി റൈസ് മുഴുവനായിട്ട് മാറ്റി മസാലയും റൈസും സെപ്പറേറ്റ് ആക്കണം. മസാല ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളി മസാല. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അതിനുശേഷം റൈസും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഴിക്കേണ്ട സമയമായി. കുറച്ച് മസാലയും റൈസ് ഇട്ടൊന്ന് കഴിച്ച് നോക്കുക. അടിപൊളിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.